ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ രാത്രി കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോകുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? വേറെ എവിടെയല്ല, സൈക്കിൾ യത്നം കാണാനാണ് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൽ സൈക്കിൾ യത്നം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് സൈക്കിൾ യത്നം കാണാൻ പോകുന്നത്. അപ്പം നിമോനെയും കൂടി കൂട്ടിയിട്ട് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം പോകുമ്പോഴേക്ക് ആരും ഉണ്ടായില്ല, ഗ്രൗണ്ട് കാലിയായി ഉണ്ടായിന്. അപ്പോൾ അവർ പറഞ്ഞു 7:30 തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 7:30 ആകുമ്പോൾ തിരിച്ച് ആദ്യം പോയിട്ട് 7:30 വന്നതാണ് കേട്ടോ. അപ്പോഴേക്ക് തന്നെ ഗ്രൗണ്ട് ഫുള്ളായിട്ടുണ്ടായിന്, ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ തന്നെ അവർ ഡാൻസ് ആണ് കേട്ടോ. കുറച്ച് ഒരു 2 ആണുങ്ങളും ഒരു പെണ്ണുങ്ങളുമാണ് ഇതിൽ കളിക്കാനുള്ളത്. പിന്നെ അവരെ കുറേ ടീം വന്നിട്ടുണ്ട് വരെ. അപ്പോൾ അവരെ ഡാൻസ് പരിപാടിയിലും കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈക്കിൾ യത്നം. അപ്പോൾ നമ്മൾ സൈക്കിൾ യത്നം കാണാനാണ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് തുടങ്ങും തോന്നുന്നു. അപ്പം ആദ്യമായിട്ട് സൈക്കിൾ യത്നം കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഞാൻ ഇത്ര വരെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ പണ്ടെങ്ങാനും വന്നെങ്കിലും തോന്നുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയിട്ടില്ല. ഈ കാണുന്ന ആളാണ് കേട്ടോ. ഫുള്ള് ഈ സൈക്കിളിലെ എല്ലാ പരിപാടികളും ഇയാളാണ് ചെയ്തിട്ടുണ്ടായിന്. ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയായിട്ട് അയാൾ ചെയ്തിട്ടുണ്ടായിന്. ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഈ സൈക്കിൾ യത്നം കാണുമ്പോൾ നമ്മളെ മോഹൻലാലേട്ടൻ്റെ കസ്തൂരി എൻ്റെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടില്ല പാട്ടിലെ സിനിമയിൽ വിഷ്ണു ലോകം എന്നാണ് എനിക്ക് സിനിമേൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതാ ഓർമ്മ വന്നിട്ടുണ്ടായിന്. കുറേ സാഹസിക പ്രകടനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ശരിക്കും ഈ സൈക്കിളിൽ ബ്രേക്കൊന്നും ഇല്ല പോലും. അപ്പം നമ്മളോട് എല്ലാവരും ഇരിക്കുമ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ടായിന്. ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല കേട്ടോ, എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ സൈക്കിളിൽ ഭയങ്കര സാഹസിക പ്രകടനം തന്നെ കേട്ടോ. ടയർ ഇങ്ങനെ ഉരുട്ടിയിട്ടില്ലേ. നാട്ടിലത്തെ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ എല്ലാവരും അവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. 2 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ നമുക്ക് പോകാൻ പറ്റും, ഞാൻ പോയിട്ടില്ല. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഫസ്റ്റ് ഡേ വലിയ ഒന്നും ഉണ്ടായില്ല, ഡാൻസും ചെറിയതേ ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ടായിന്. ഈ സെക്കൻഡ് ഡേ ആണെന്നോലും ഇങ്ങനെയില്ലേ സാഹസിക പ്രകടനങ്ങളെല്ലാം കുറേ ഉണ്ടാവും സെക്കൻഡ് ഡേ എന്ന് പറയുന്നുണ്ടായിന്. ഇതൊരു അത്ഭുത കാഴ്ച തന്നെ കേട്ടോ. 3 ആൾ കൂടിയിട്ട് ആ സൈക്കിളിൽ ഇരുന്ന് അയാൾ ബാലൻസ് ചെയ്യുന്ന 2 കറക്കം കറങ്ങിന് കേട്ടോ. 2-3 ചുറ്റം വന്നിട്ടുണ്ടായിന് ആ സൈക്കിളിനെ കൊണ്ട്. കാണാൻ നല്ല രസമുണ്ടായിട്ടാ. അതിന് മേലെ നല്ല പേടിയും ഉണ്ടായിട്ടാ, ഒരു വീവോ എന്നില്ലേ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും പേടിയായില്ല കാഴ്ചയാണ് ഇത്. 4 കുട്ടികളിങ്ങനെ ചുറ്റും കിടത്തിയിട്ട് അയാൾ ആ നടുക്ക് ഒരു സൈക്കിളിൻ്റെ ഒരു ടയർ അവരെ നടുക്കും മറ്റേത് പുറത്തും വെച്ചിട്ട് അവരെ കുറേ ചുറ്റിയിട്ട്. ഇത് ശരിക്കും പേടിച്ചിട്ടുണ്ടായിന്. കാരണം അയാളാകുമ്പോഴൊന്ന് തെറ്റി വീണിട്ടുണ്ട്, കുട്ടികളെ മേത്തല്ലേ പോവുക, പക്ഷേ ദേഹത്ത് മുട്ടിയിട്ട് പോലും ഇല്ല കേട്ടോ. ഇതൊരു അരമണിക്കൂർ ഇതന്നെ ഉണ്ടായിട്ടാണ്. ഇത് പലതരത്തിലും അയാൾ സൈക്കിൾ ഒടിച്ചൊടിച്ച് കൊണ്ടുവരുന്നത്. ശരിക്കും ഇത് ഭയങ്കര പേടിയുണ്ടായിന്. ഇതിലൊരു കുട്ടീനെ നമ്മളെ റിലേറ്റീവ് വന്നിട്ടാ. അപ്പോൾ ഓനവിടെ പോയി കിടന്ന സമയത്ത് നിമോഷിക്ക് ഭയങ്കര പേടിയുണ്ടായിന്. ഈശ്വര വീവോ എന്നുള്ള പേടി കൊണ്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ 3 കുട ഫുള്ള് വെള്ളമില്ല കുട എടുത്തിട്ട് ഇങ്ങനെ സൈക്കിളിൽ കറങ്ങിയിട്ടുണ്ട്. ഇതായാലും ഒരു 3-4 ചുറ്റു വന്നിട്ടുണ്ടായിട്ടാ. പിന്നെ ഇത് കാണാനേ പറ്റുന്നുണ്ടായിട്ടില്ല. കഴിച്ച് എനിക്ക് ഭയങ്കര വിഷമവും പേടിയായിട്ടാ. ഒരു സൂചി ഇങ്ങനെ തറയിൽ ഇങ്ങനെ വെക്കും അയാൾ. എന്നിട്ട് അത് കണ്ണിൽ ഇങ്ങനെ ഇറുക്കി വെച്ചിട്ട് കണ്ട് അയാളെ കണ്ണിൽ ആ സൂചി ഉണ്ട്, ആ സൂചി ഇറുക്കി പിടിച്ചിട്ട് അയാൾ അത് എടുത്തു. അപ്പോൾ അത് ഭയങ്കര കുറേ സമയം അയാൾ കുത്തിയിട്ട് ഇങ്ങനെ എടുത്ത് കണ്ണിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അവസാനം സക്സസ് ആയിട്ടാ. എങ്ങനെയായാലും പൈസക്ക് വേണ്ടിയിട്ടല്ലേ അവരും ഇങ്ങനെ കളിക്കുന്നു പാവങ്ങൾ. പക്ഷെ അത്രയും എഫേർട്ട് എടുത്തിട്ടും ഭയങ്കര റിസ്ക്കി അല്ലേ ഇത് ചെയ്യുന്നത്. പിന്നെ ഈ ടയറിൽ തീയില്ല കുറേ അഭ്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പെട്രോൾ വെച്ചിട്ടാണ് അവർ ഇതാക്കുന്നത്, പന്തം പോലെ ആക്കിയിട്ട് ടയറിൽ. അപ്പോൾ അത് ചുറ്റലും പിന്നെ അയാളുടെ ശരീരത്തിലേക്ക് കൂടി ഇട്ടിട്ടുള്ള കുറേ പ്രകടനങ്ങളുണ്ടായിട്ടാണ്. ശരിക്കും ഇതും ആ കണ്ണിൽ സൂചി കുത്തുന്നതിലും നല്ല പേടി ഉണ്ടായിട്ടാ. എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ പാവങ്ങൾ നമുക്കൊരു വിഷമം തന്നെയല്ലേ. അപ്പം ഈ പന്തം കൊണ്ടിൽ ഒരുപാട് നല്ല പ്രകടനം ഉണ്ടായിട്ടാ. കുറേ പേടിയും ഉണ്ടായിന്. പിന്നെ ആ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് അവർ കൂടിയിലൊരു സ്ത്രീ ഇങ്ങനെ വെള്ളം കൊണ്ട് അയാളെ മെയിലിങ്ങനെ ഒപ്പിക്കൊടുക്കുന്നുണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല ചൂടാണ് ഇത്. നമ്മളെ സൈഡിലേക്ക് കൂടെ വരുമ്പം തന്നെ നമുക്ക് ആ ചൂട് അറിയുന്നുണ്ട്. കാരണം ഇത് പെട്രോൾ ആയിട്ട് ഒഴിച്ചിട്ടാണെന്ന് അവർ കത്തിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പാളി പോകുന്നുണ്ടായിന്. എങ്ങനെയായാലും പ്രകടനമെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിന്. ഇവർ ആന്ധ്ര ടീമാണെന്ന് തോന്നുന്നു, കാരണം ഇവരെ ബാനറിലെല്ലാം ആന്ധ്രേൻ്റെ നമ്മളെ ഇതില്ലേ അതിനെക്കൊണ്ട് തെലുങ്കിലാണ് മറ്റേ എഴുതിയിട്ടുണ്ടായിന്. ആന്ധ്ര ടീമാണെന്ന് തോന്നുന്നു, പക്ഷെ അവർക്ക് മലയാളം അറിയാം. ഇയാൾക്ക് ഈ കളിക്കുന്നയാൾക്ക് മലയാളം അറിയാം. ഇയാളാണ് നമ്മൾ അനൗൺസ്മെൻറ്റെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിന്. അപ്പം
ആദ്യമായിട്ട് ഒരു സൈക്കിൾ യത്നം കണ്ടു കേട്ടോ. ഞാൻ ഇന്നുവരെ സൈക്കിൾ യത്നം കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം കാണുമ്പോൾ നിമോച്ചിക്ക് ഭയങ്കര പേടിയുണ്ടായിട്ടെ ഈ തീ കൊണ്ടെല്ലാം കളിക്കുന്ന കാണുമ്പം. അപ്പം ഗൈസ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ യത്നം കണ്ടു. ഒരുപാട് ഇഷ്ടമായി. അതിലേറെ നല്ലോണം പേടിപ്പെടുത്തുന്ന രംഗങ്ങളും ഉണ്ടായിട്ടാ. പിന്നെ ഈ സൈക്കിൾ യത്നത്തിന് പോയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് ഇപ്പോൾ കുറേ വർഷമായി, ഒരു 5-6 വർഷമായിട്ടുണ്ടാകും നമ്മൾ നേരിട്ട് കാണാത്ത. അപ്പോൾ അവളെ കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഞാൻ നാട്ടിലും അധികം നിൽക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിലത്തെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിട്ടാ. കാണാണ്ട് കുറേ ആളെ കണ്ടിട്ടുണ്ടായിനി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇഷ്ടമില്ല പൈസ അവർക്ക് കൊടുക്കായിരുന്നു. അതാണ് പിന്നെ ഉണ്ടായിനി. നമുക്ക് ഇഷ്ടമില്ല പൈസ അവർക്ക് കൊടുക്കാം. അങ്ങനെ ഒരാൾ എഴുതാൻ വിളിച്ചിട്ടുണ്ടായിന് മലയാളത്തിൽ. അവരെ ബുക്കിൽ എഴുതാൻ വിളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഓരോരോ ആൾക്കാർ അവർക്ക് ഇഷ്ടമില്ല കുറേ പൈസ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിനി. ലാസ്റ്റ് നല്ല പൈസ കിട്ടീനി കേട്ടോ. ഗൂഗിൾ പേയും ഉണ്ടായിനി, പിന്നെ ക്യാഷ് കൊടുക്കുന്നതും ഉണ്ടായിനി. അങ്ങനെ ഓരോരോ ആൾ പോയിട്ട് അവർക്കുള്ള പൈസ കൊടുത്തിട്ടുണ്ടായിനി. അങ്ങനെ നല്ലൊരു പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു നല്ല രസം ഉണ്ടായിന്. ഒരു കോഴീനെ ലേലത്തിന് എടുത്തിട്ടുണ്ടായിന്. ആ ലാസ്റ്റ് ആയിരിക്കാമെന്ന് നമുക്ക് കിട്ടിന് 50 രൂപ മുതലാണ് ആ കോഴീൻ്റെ ലേലം തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ വിളിക്കുന്നതിനനുസരിച്ച് 50 രൂപ ആയി കൊടുക്കുക. പിന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ചാച്ചാ ബൈ ബൈ.